യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എത്തിക്കുന്നത്. പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒക്കെയും ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും ബഹുമാനവും ഒക്കെ അറിയിക്കുകയാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുന്നു എന്ന് മാത്രമല്ല, അനേകരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി ഈ വചനത്തെ കൊടുക്കുന്നവർ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തോട് ദൈവം സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ സംസാരിക്കുന്ന ദൈവാനുഭവം മാത്രമല്ല, ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന അനുഭവം കൂടി ഉണ്ടാകട്ടെ. യാദൃശ്ചികമാണെങ്കിലും ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുവാണ്. നാം ഒരു നന്മ ചെയ്താൽ, നാം ഒരാളോട് സത്യസന്ധമായി അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ കാരണമായൊരു കാര്യം ചെയ്താൽ, നാം ഒരാളെ സത്യസന്ധമായി ആശ്വസിപ്പിച്ചാൽ, വാടി നിൽക്കുന്ന അവരുടെ ജീവിതത്തിനൊരു തണല് കൊടുത്താൽ, ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം നമ്മളുടെ അടുത്ത് നിൽക്കും, ദൈവം നമ്മുടെ അടുത്ത് വരാൻ അത് ആ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയ്ക്ക് ആരാധിക്കേണ്ടി വന്നു. ഒറ്റയ്ക്കാണേലും ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ആരാധിക്കുന്ന ഒരാളാണെങ്കിലും, വീട്ടിലാകെ ഒറ്റയ്ക്കുള്ള ഞാൻ മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ, മതി. നിങ്ങളുടെ കുടുംബത്തിനത് ബലവാ, നിങ്ങളുടെ കുടുംബത്തിനത് സംരക്ഷണമാണ്, നിങ്ങളുടെ കുടുംബത്തിനത് ഒരു അഭിഷേകമാണ്. പ്രാർത്ഥിക്കുവാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരാൾ അവരുടെ ഒരു ഫോട്ടോ തന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒത്തിരി തടസ്സമുണ്ട്, പ്രതിസന്ധിയുണ്ട്, മുടങ്ങിപ്പോയി. ഒത്തിരി പ്രാർത്ഥനയോടെ തന്നു, ഒരു ഫോട്ടോ തന്നു. അങ്ങനെ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതേ ഫോട്ടോ അവർ മാട്രിമോണിയിൽ കൊടുത്തു. അവർ ഇന്നലെ ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിയോഗം സമർപ്പിച്ച് ആ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ആ ഫോട്ടോ തന്നെയാണ് മാട്രിമോണിയിൽ കൊടുത്തത്. അതൊരു നല്ല കുടുംബത്തിലെ ആളുകൾക്ക് ഇഷ്ടമായി. നല്ലൊരു വിവാഹം അടുത്തു വന്നു, തീരുമാനമായി, ദൈവാനുഗ്രഹമായിട്ട് അത് നടക്കാൻ പോകുന്നു. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നിങ്ങൾ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുക, അനുഗ്രഹമാണ്. ഇവിടെയും വിശുദ്ധ കുർബാന വൈകുന്നേരം 5 മണിക്ക് ശേഷം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കും. ചുറ്റുവട്ടത്തുള്ളവരും ദേശത്തുള്ളവരും ദൂരെ നിന്നുള്ളവരൊക്കെ ആ നൊവേനയിലും കുർബാനയിലും ആരാധനയിലും വ്യാഴാഴ്ചകളിൽ പങ്കെടുക്കാൻ തന്നെ വരുന്നുണ്ട്. പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇന്ന് കേട്ട ആ വചനം മറക്കാതിരിക്കുക. ഏലിയ ഒറ്റയ്ക്കായിരുന്നെങ്കിലും ജയിച്ചത് 450 പേരല്ല, ജയിച്ചത് ദൈവനാമത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ഏലിയയാണ്. നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സോ ആരോഗ്യവും സമാധാന ഐശ്വര്യവും തരട്ടെ. ഒരു കുറവും വരില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കും. നിങ്ങൾ തോറ്റു പോകാൻ ദൈവം ഇടവരുത്തിയല്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം കിട്ടും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണമേ എന്ന് യേശുവിൻ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ.